ഹായ് ഹലോ, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ബെർലിനിലാണ്. കഴിഞ്ഞൊരു 3 വർഷമായിട്ട് ഞാൻ ജർമ്മനിയിലുണ്ട്, പക്ഷെ ഞങ്ങൾ ഇതുവരെ ബെർലിനിൽ വന്നിട്ടില്ല. അച്ഛനും അമ്മയും വന്നപ്പോൾ എന്നാൽ അവരെയും കൂടിയും കാണിക്കാം എന്ന് വിചാരിച്ച് ഇന്ന് ഞങ്ങൾ ബെർലിനിലേക്കാണ് വന്നത്. ബെർലിൻ കാണാൻ വരുന്ന ഭൂരിഭാഗം ആൾക്കാരും അവരുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യണത് ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. ഇത് ബെർലിൻ മെയിൻ റെയിൽവേ സ്റ്റേഷനാണ്. യൂറോപ്പിലെ തന്നെ ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള മൾട്ടി ലെവൽ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ബെർലിൻ ഹോപ്പ് ബാനോഫ് ആണ്. ഞങ്ങൾ കാലത്ത് തന്നെ ഒരു 5:45 വീട്ടിൽ നിന്നിറങ്ങി. അച്ഛനും അമ്മയ്ക്കും ഇവിടുത്തെ ഇൻ്റർസിറ്റി എക്സ്പ്രസ് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് നമുക്കുള്ളത് കൊണ്ട് ഇത്തവണ ICE ബുക്ക് ചെയ്താണ് ബെർലിനിലേക്ക് പോയത്. അതായത് നമ്മുടെ നാട്ടിലെ വന്ദേ ഭാരത് പോലെയൊക്കെ. ആ ട്രെയിനിലൊരു സ്ക്രീനിൽ അതിൻ്റെ സ്പീഡ് അതുപോലെ സ്റ്റോപ്പുകളെല്ലാം എഴുതി വരും. അങ്ങനെ ഇടയ്ക്കൊന്ന് ഞാൻ ആ സ്ക്രീനിലേക്ക് നോക്കിയപ്പോൾ 261 km/h ആയിരുന്നു അതിൻ്റെ സ്പീഡ്. ഇതിൻ്റെ മാക്സിമം 300 വരെ പോകും. 3 മണിക്കൂറായിരുന്നു ന്യൂറംബർഗ് ടു ബെർലിൻ. ട്രെയിൻ ഇറങ്ങിയിട്ട് പുറത്തിറങ്ങി ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ പാർലമെൻ്റ് ആയിരുന്നു. അങ്ങോട്ട് നടന്നു പോകുന്ന വഴി ഒരു പുഴ ഒഴുകുന്നുണ്ട്. അതിൻ്റെ പേരാണ് സ്പ്രീ. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം പാർലമെൻ്റ് ആണ്. പാർലമെൻ്റ് ഇവിടെ അടുത്താണ്, അപ്പോൾ അത് കാരണം ഒരുപാട് നടക്കാനില്ല. അതിൻ്റെ ഇടയിൽ റെസ്റ്റ് എടുത്താണ് വന്നത്. ബെർലിനിലെ ഈ പാർലമെന്റിന്റെ പേര് റൈസ്ടാഗ് എന്നാണ്. അപ്പം നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി നടന്ന് ഫസ്റ്റ് കാണാൻ വന്നേക്കുന്നത് ഇവിടുത്തെ പാർലമെൻ്റാണ്. പാർലമെൻറ്റിനൊക്കെ ഒരുപാട് ഹിസ്റ്ററികളും കാര്യങ്ങളും ഉണ്ട്. സെക്കൻഡ് വേൾഡ് വാറിൽ അത് എല്ലാം നശിപ്പിച്ച് കളഞ്ഞിട്ട് രണ്ടാമത് അതുപോലെ തന്നെ അവർ ബിൽറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളതൊക്കെ ഇങ്ങനെ ഹിസ്റ്ററിയിലൊക്കെ കേട്ടിട്ടുള്ള ഒരു സ്ഥലത്ത് വന്ന് നിൽക്കുമ്പോൾ അതിൻ്റേതായ ഒരുപാട് സന്തോഷമുണ്ട് നമുക്ക്. അപ്പോൾ അതിൻ്റെ മുകളിൽ കാണുന്ന ഡൂമിനുമുണ്ട് പ്രത്യേകതകൾ. ട്രാൻസ്പെറൻ്റ് ആയിട്ട് ചെയ്തേക്കണതും ട്രാൻസ്പെറൻസിയാണ് അവരുടെ മെയിൻ എയിം എന്നുള്ളതാണ് അവർ അതിൽ മീൻ ചെയ്യണത്. പിന്നെ ഇവിടുത്തെ ഗവൺമെൻറ് ജനങ്ങളോട് അവരെല്ലാം ട്രാൻസ്പെറൻ്റ് ആയിട്ടായിരിക്കും അവരുടെ കാര്യങ്ങളെന്ന്. പുറത്തു നിന്നുള്ള സൺലൈറ്റ് ഈ ഗ്ലാസുകൾക്കുള്ളിൽ തട്ടി താഴെയുള്ള പാർലമെന്റിലേക്ക് എത്തും. അതുകൊണ്ട് പകൽ സമയം ലൈറ്റുകൾ അധികം ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. മുകളിൽ ഒരു ഓട്ടോമാറ്റിക് ഷീൽഡ്, ഒരു സൺ ഷീൽഡ് ഉണ്ട്. സൂര്യൻ ഏതു ഭാഗത്താണോ അതനുസരിച്ച് അത് തനിയെ തിരിയും. അതുകൊണ്ട് നേരിട്ട് വെയിലകത്തേക്ക് വരില്ല, ചൂട് കുറയും. ഇനി ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം പറയാം. ഇവിടെ കയറാൻ €1 പോലും കൊടുക്കേണ്ട, ഫുൾ ഫ്രീ ആണ്. പക്ഷേ ഒരു ചെറിയ കണ്ടീഷനുണ്ട്, മുൻകൂട്ടി ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യണം. ബെർലിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഹിസ്റ്ററി നിറഞ്ഞ സ്ഥലമായതുകൊണ്ട് ഞങ്ങൾ ഗൂഗിൾ ചെയ്തും ChatGPT വഴിയൊക്കെ കുറച്ച് ഇൻഫർമേഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ ഓരോ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിൽ വരുമ്പോൾ ഞങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പറയാമെന്ന് വിചാരിക്കണേ. അതുപോലെ ഞാൻ മൈക്ക് അമ്മയ്ക്ക് കൊടുത്തതെന്നു വെച്ചാൽ ഹിസ്റ്ററിയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഇങ്ങോട്ട് വരണു എന്ന് പറഞ്ഞപ്പോൾ അമ്മ ഒരുപാട് വായിച്ച് കുറച്ച് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ മൈക്ക് അമ്മയ്ക്ക് കൊടുത്തത് കേട്ടോ. നമ്മുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷനാണ്. ആദ്യം പാർലമെൻറ്റ് കണ്ടു, രണ്ടാമത് വന്നങ്ങനെ ബ്രാൻഡൻബർഗ് ഗേറ്റ്. ഇതാണ് ബെർലിനിലെ പ്രശസ്തമായ ഗേറ്റ്. ബെർലിൻ്റെ ഐക്കോണിക് ലാൻഡ്മാർക്കാണ് ഈ ഗേറ്റ്. 1791 ഇത് പണിതത്. ഇനി മുകളിലേക്കൊന്ന് നോക്കൂ. 4 കുതിരകൾ വലിച്ചുകൊണ്ട് പോകുന്ന ഒരു രഥം കാണുന്നില്ലേ? അതിനെ ക്വാഡ്രിഗ എന്നാണ് വിളിക്കുന്നത്. ആ 4 കുതിരകളെ നിയന്ത്രിച്ച് നിൽക്കുന്നത് ഒരു ദേവതയാണ്, ഗോഡസ് വിക്ടോറിയ. ബ്രാൻഡൻബർഗ് ഗേറ്റ് ഏകദേശം 26 മീറ്റർ ഉയരവും 65 മീറ്റർ വീതിയും ഉണ്ട്. അതായത് ഏകദേശം ഒരു 8 നില കെട്ടിടത്തിൻ്റെ അത്രയും ഉയരമുണ്ട്. ഇത് നമ്മുടെ തേർഡ് ഡെസ്റ്റിനേഷനാണ്. ഇത് മുൻപ് മരിച്ചുപോയ ജൂതജനങ്ങളെ ഓർമ്മിക്കാൻ അവരുടെ ഒരു സ്മാരകമായിട്ട് ഇവർ ഈ സിറ്റി സെൻറ്ററിൻ്റെ ഇതിൽ ചെയ്തേക്കണതാണ്. ഇതിൽ 2700 കല്ലുകളുണ്ട്. അത് ഓരോ ബ്ലോക്കിനും ഇതുപോലെ ഒരേ ഹൈറ്റ് അല്ല,
ഹൈറ്റ് ബാക്കിലോട്ട് പോകുമ്പോൾ ഒരു കൂടിയും കുറഞ്ഞും അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ ഇവർ ചെയ്തേക്കണേ. ഒന്ന് ആലോചിച്ച് നോക്കണം, സിറ്റിയുടെ സെൻറ്ററിലാണ് അവർ ചെയ്തേക്കണേ. ഈ ബ്ലോക്കുകൾക്ക് ഹൈറ്റ് ഉള്ളതുകൊണ്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആൾക്കാർ വരും, കാണുമല്ലോ പെട്ടെന്ന്. ഇത് ഒന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ. ഇവിടുത്തെ ആ ഒരു പുതിയ തലമുറ ഈ ശരിക്കും ഇതൊരു മറക്കാൻ ശ്രമിക്കണ ഓർമ്മകളായിരിക്കും. എന്നാലും അവർക്ക് വേണ്ടി, ആ ജൂതജനങ്ങൾക്ക് വേണ്ടി, അവരെ ഓർക്കാൻ വേണ്ടി ഇവർ ഈ സിറ്റി സെൻറ്ററിൽ ഇത് ചെയ്തേക്കണത് എത്ര വലിയ കാര്യമായിരിക്കും അല്ലേ. ഈ കല്ലിൻ്റെ ഒക്കെ ഹൈറ്റ് കണ്ടോ, എന്നെ തന്നെ ഒരാളെയും കൂടി വെച്ചാൽ എൻ്റെ 2 ഹൈറ്റിലുള്ള കല്ലുണ്ട് ഇത്. വേൾഡ് വാർ സെക്കൻഡ് ടൈമിൽ അഡോൾഫ് ഹിറ്റ്ലറുടെ നാസി ഭരണകാലത്ത് ഏകദേശം ഒരു 60 ലക്ഷം ജൂതന്മാരെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഹോളോകോസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ദുരന്തത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ സ്മാരകം ഇവർ നിർമ്മിച്ചിരിക്കുന്നത്. ഇത്രയും കണ്ടു കഴിഞ്ഞപ്പോഴേക്കും 1 മണിയായി. അവിടെ നിന്ന് നേരെ ഞങ്ങൾ പോയത് മോൾ ഓഫ് ബെർലിനിലേക്കാണ്. അവിടെ ഒരു ഫുഡ് കോർട്ടിൽ കയറി നമ്മുടെ പ്രധാന തട്ടകമായ മെക്ഡിയിൽ കയറി ഫുഡ് കഴിച്ചു. അവിടെ നിന്ന് താഴെ ഇറങ്ങിയപ്പോഴാണ് ലിൻഡിൻ്റെ ഒരു ഔട്ട്ലെറ്റ് ഞങ്ങൾ കണ്ടത്. അവിടെ നിന്ന് ഞങ്ങളൊരു 3 ഐസ്ക്രീം വാങ്ങി. വാങ്ങിച്ചതിൽ എനിക്ക് ഏറ്റവും ടോപ്പ് ഐറ്റം എന്ന് തോന്നിയത് ദുബായ് ചോക്ലേറ്റിൻ്റെ ഐസ്ക്രീമായിരുന്നു. ഇനി അടുത്ത ലക്ഷ്യം കത്തീഡ്രലായിരുന്നു. ഇനി അങ്ങോട്ടെല്ലാം അവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ചായിരുന്നു ഞങ്ങളുടെ യാത്ര. കത്തീഡ്രലിൽ എത്താൻ അവിടുത്തെ ഊബാൻ എടുക്കണം. ബെർലിൻ കത്തീഡ്രലാണ്. ഇനി നമ്മൾ ഇത് എക്സ്പ്ലോർ ചെയ്യാനാണ് പോകുന്നത്. മാധുവൊക്കെ നല്ല ഉറക്കമായി, കുഞ്ചൊക്കെ ടയേർഡായി, എന്നാലും സാരമില്ല കാണാം എന്നുള്ളതിൽ തന്നെ ഇറങ്ങിയതാണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ടവർ കാണുന്നില്ലേ, അത് TV ടവറാണ്. അതിൻ്റെ മുകളിൽ കയറാൻ പറ്റുമോ നമുക്ക്? ആ TV ടവറിൻ്റെ മുകളിൽ നമുക്ക് കയറാൻ പറ്റും കേട്ടോ. കത്തീഡ്രൽ എത്തിയപ്പോഴേക്കും മാധു ഉറങ്ങിയതുകൊണ്ട് ഞാൻ അച്ഛനും അമ്മയും അവളുടെ കൂടെ പുറത്തിരുന്നു. അതിനുശേഷം ഞാൻ പുറത്തിരുന്നിട്ട് അച്ഛനെയും അമ്മയും ചേട്ടനകത്ത് കൊണ്ടുപോയി കാണിച്ച് കത്തീഡ്രലിൽ കാണാനായിട്ട് കയറണം. നല്ല ഭംഗിയാണ് ഇത്, പുറമേ നിന്ന് കാണാൻ നല്ല ഭംഗിയാണ്. രാവിലത്തെ ഫുൾ ഞങ്ങൾ നടന്നാണ് കണ്ടത്. ആ ഒരു നടത്തത്തിൻ്റെതായിട്ടുള്ള ഒരു ക്ഷീണം ഒഴിച്ചാൽ ബാക്കി വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പം ഇനി അതിൻ്റെ അകത്ത് എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കട്ടെ. ഞാൻ ഈ പള്ളിയുടെ അകത്തേക്ക് ചെന്ന് ആദ്യ കാഴ്ച കണ്ടപ്പോൾ എൻ്റെ മൈൻഡിൽ പോയൊരു കാര്യമുണ്ട്. ഇതൊക്കെ എത്ര വർഷം മുമ്പായിരിക്കും പണിതിട്ടുണ്ടാവുക? അതും ഒരു മെഷീനറി പോലും ഇല്ലാതെ ആൾക്കാരുടെ കൈ വെച്ച് പണിതതാണ് ഈ കാണുന്നത് മുഴുവനും. ഓ, എന്താലേ കാണുന്നത്. നിറയെ മൊസൈക്ക് ചിത്രങ്ങൾ, സ്വർണ്ണ അലങ്കാരങ്ങൾ, അതുപോലെ എടുത്തു പറയേണ്ട ഒരു വലിയ ഓർഗൻ ഉണ്ട് അവിടെ. ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞപ്പോൾ വേറൊരു ലോകം പോലെ. പുറത്ത് കണ്ടപ്പോൾ തന്നെ തോന്നിയിരുന്നു ഇതിൻ്റെ അകത്ത് ഭയങ്കര സംഭവമായിരിക്കുന്നു. ഇതിൻ്റെ മേളിലത്തെ ആ വ്യൂ ഉണ്ടല്ലേ, അവിടെ ഒരു ആൾ പിയാനോ വായിക്കുന്നുണ്ട് അതിൻ്റെ പുറകിൽ. അതാണ് ഈ സൗണ്ട് ഇങ്ങനെ കേൾക്കണേ. ഇനി ഈ പള്ളിയുടെ അടിയിൽ 90-ലധികം ശവപ്പെട്ടികളാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇത് സാധാരണക്കാരുടെ അല്ല, ജർമ്മൻ സാമ്രാജ്യം ഭരിച്ച ഹോഹെൻസോളൻ രാജവംശത്തിലെ രാജാക്കന്മാരുടെയും രാജ്ഞിമാരുടെയും രാജകുമാരന്മാരുടെയും കഫിൻസാണ്. പറഞ്ഞൊരു ശവകുടീരത്തിൻ്റെ ഒരു കളക്ഷൻ തന്നെയുണ്ട്. അതിനുശേഷം കത്തീഡ്രലിന് മുൻപിലുള്ള മ്യൂസിയത്തിൻ്റെ മുൻപിലേക്കാണ് പോയത്. മ്യൂസിയം ഇൻസൽ അല്ലെങ്കിൽ മ്യൂസിയം ഐലൻഡ്. പേര് കേട്ട് ഒരു മ്യൂസിയം മാത്രമാണ് എന്ന് ആരും കരുതണ്ട. ഇവിടെ ഒരുമിച്ച് 5 ലോക പ്രശസ്ത മ്യൂസിയങ്ങളാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഇതിനെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആക്കിയിരിക്കുന്നത്.
ഇവിടെയുള്ള മ്യൂസിയങ്ങളിൽ ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഈജിപ്ഷ്യൻ മമ്മികൾ, ഗ്രീക്ക് ശില്പങ്ങൾ, റോമൻ കാലത്തെ വസ്തുക്കൾ, പുരാതന നാണയങ്ങൾ, ചിത്രങ്ങൾ, അങ്ങനെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള നിധികളാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇനി ഈ വലിയ പച്ചപ്പുള്ള സ്ഥലമാണ് ലുസ്റ്റ് ഗാർഡൻ. ഇന്ന് ആളുകൾ ഇവിടെ വന്നിരുന്ന് വിശ്രമിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. പക്ഷേ ഒരു കാലത്ത് ഇത് റോയൽ ഫാമിലിയുടെ പ്രൈവറ്റ് ഗാർഡൻ ആയിരുന്നു. നമ്മൾ ഈ നടക്കുന്ന തൂണുകളുള്ള വഴി കണ്ടില്ലേ? ഇതിനെ കൊളോണാഡസ് എന്നാണ് പറയുന്നത്. ഏകദേശം 100 വർഷങ്ങൾക്ക് മുൻപ് ഈ സ്ഥലത്തിൻ്റെ ഭംഗി കൂട്ടാൻ പണിത മനോഹരമായ വാസ്തുവിദ്യയുടെ ഒരു ഭാഗമാണ്. ഒരു വശത്ത് സ്പ്രീ പുഴ ഒഴുകുന്നു, മറുവശത്ത് ബെർലിൻ കത്തീഡ്രൽ, ഇടയിൽ ഈ വെളുത്ത തൂണുകൾ. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ എല്ലാവർക്കും ഇത്ര ഇഷ്ടം. ഇത്രയും കണ്ടു കഴിഞ്ഞപ്പോൾ സമയം 5 മണി. ഇനി ഒരു കാര്യം കൂടിയുണ്ട് ഞങ്ങളുടെ ലിസ്റ്റിൽ. അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ഞങ്ങളൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടി ഒരു കോഫി കുടിക്കാൻ ഒരു ഷോപ്പിൽ കയറി. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നടന്ന് എസ്ബാൻ എടുത്ത് ഞങ്ങളുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനായ ബെർലിൻ വാളിലേക്കാണ് ഞങ്ങൾ പോയത്. ട്രെയിൻ കയറാൻ ചെന്നപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചത്. നമ്മുടെ നാട്ടിലെ KSRTC ഇല്ലേ, അതേ മോഡലാണ് അവിടുത്തെ ട്രെയിനുകളുടെ കളറ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ബെർലിൻ വാളിൻ്റെ ഫ്രണ്ടിലാണ്. ഈ ബെർലിൻ മതിലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് ജർമ്മനിയും വെസ്റ്റ് ജർമ്മനിയും തമ്മിൽ തിരിച്ചിരുന്നതായിരുന്നു. അപ്പോൾ കുറേ കാലങ്ങൾ കടന്നുപോയി അവസാനം ജർമ്മൻ റീയൂണിയൻ വന്നു കഴിഞ്ഞപ്പോൾ അത് മതിൽ പൊളിച്ചു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ഒരുമിച്ചുള്ള ഇതായി. പക്ഷേ അതിൻ്റെ കുറേ ഭാഗം ഇപ്പോഴും ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഇത് പറയപ്പെടുന്നത് ഔട്ട്സൈഡായിട്ടുള്ള ഏറ്റവും വലിയൊരു ആർട്ട് ഗാലറി ആണെന്നുള്ള രീതിയിലാണ് ഇതറിയപ്പെടുന്നത്. അപ്പോൾ അതാണ് നമുക്കിത് കാണുമ്പോഴുള്ള കൗതുകം. ഒരുപാട് മ്യൂറൽ പെയിൻറ്റിങ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കുറേ ഉള്ളൊരു ഇത് നിലനിർത്തി പോവുകയാണ്. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വേൾഡ് വാർ സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ജർമ്മനി 4 രാജ്യങ്ങൾ ചേർന്നാണ് നിയന്ത്രിച്ചത്. പിന്നീട് അത് 2 രാജ്യങ്ങളായി മാറി, ഈസ്റ്റ് ജർമ്മനിയും വെസ്റ്റ് ജർമ്മനിയും. ബെർലിൻ നഗരം മാത്രം ഈസ്റ്റ് ജർമ്മനിയുടെ നടുവിലായിരുന്നെങ്കിലും അതും ഈസ്റ്റ് ബെർലിൻ, വെസ്റ്റ് ബെർലിൻ എന്നിങ്ങനെ 2ആയി വിഭജിക്കപ്പെട്ടു. അപ്പോൾ ഈസ്റ്റ് ജർമ്മനിയിൽ ജീവിച്ചിരുന്ന ഒരുപാട് ആളുകൾ നല്ല ജീവിതത്തിനും കൂടുതൽ സ്വാതന്ത്ര്യം പ്രതീക്ഷിച്ച് വെസ്റ്റ് ബെർലിനിലേക്ക് പോകാൻ തുടങ്ങി. ദിവസേന ആയിരക്കണക്കിന് ആളുകൾ അവിടേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ഈസ്റ്റ് ജർമ്മൻ ഗവൺമെൻറ് ഭയക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം 1961 ഓഗസ്റ്റ് 13 ആളുകൾ ഉറങ്ങിക്കിടന്ന ഒരു രാത്രിയിൽ തന്നെ അതിർത്തി അടച്ചു. ഇപ്പം ഈ വാള് പണിത സമയത്തെ വർഷങ്ങളോളം ഒരേ കുടുംബത്തിൽ പെട്ട ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് നമ്മളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ, നമ്മുടെ ഫാമിലിയിൽ ഒരാളെ നമുക്ക് കാണാൻ പറ്റണില്ല. അവരാ ചുമര് പൊളിച്ച് എത്ര വർഷങ്ങൾക്ക് ശേഷമായിരിക്കുമല്ലോ അങ്ങനെയൊക്കെ ഒന്ന് സംഭവിച്ചത്. ഭയങ്കര ഒരു ഹിസ്റ്ററിയാണ് കേട്ടോ ഈ വാളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. അമ്മ പറഞ്ഞ പോലെ ഓരോ ഫാമിലിയിൽപ്പെട്ടവർ 2 സൈഡിലുമായിട്ട് അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അപ്പം നമുക്ക് കാണുമ്പോൾ ഇതൊരു ഹിസ്റ്ററിയുടെ ഭാഗമായിട്ടുള്ള ഒരു മതിലാണ്. പക്ഷേ പുറകിലേക്ക് പോകുമ്പോൾ ചരിത്രത്തിൽ ഇതിനൊരുപാട് സ്ഥാനമുണ്ട്. ഏകദേശം 1.3 കിലോമീറ്റർ നീളമുള്ള ബെർലിൻ മതിലിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണിത്. 1990 ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് 100-ലധികം കലാകാരന്മാർ ഇവിടെ വന്ന് ഈ മതിലിൽ ചിത്രങ്ങൾ വരച്ചു. അതുകൊണ്ടാണ് ഇന്ന് ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്പൺ എയർ ആർട്ട് ഗാലറിയായി അറിയപ്പെടുന്നത്. അപ്പം കുഞ്ചു ചോദിക്കായിരുന്നു, ഇത് എന്തിനായിരുന്നു ഇവർ മതിൽ പൊളിച്ചേ, ഒരു ഗേറ്റ് വെച്ചാൽ പോരായിരുന്നോ, ഇതിപ്പോൾ ഇത് പൊളിച്ചതുകൊണ്ടല്ലേ നമ്മൾ കാണാൻ വരേണ്ടി വന്നതെന്നൊക്കെയാണ് അവൾ ചോദിക്കുന്നത്. കൊച്ചുകുട്ടികൾക്ക് അത്രേ അത് മനസ്സിലാവുള്ളൂ. പക്ഷേ ഹിസ്റ്ററി പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. ഈ കാർമ കാണിച്ചിരുന്ന നമ്പർ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഈ മതിൽ എന്നാണ് പൊളിച്ച് ഇവർക്കൊരു സ്വാതന്ത്ര്യം കിട്ടിയെന്നുള്ളതാണ് അത് കാണിക്കുന്നത്. November 9, 1989 ഇത് പൊളിച്ചത്. 36 വർഷമായി. ഈ November 9 വരുമ്പോൾ അപ്പം മതില് ബ്രേക്ക് ചെയ്ത് ഈ കാർ ഇങ്ങനെ വരണതായിട്ടാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. അതിൽ തന്നെ എല്ലാം ഉണ്ട്. അപ്പം അതുകൂടി ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാൻ അങ്ങനെ ഹിസ്റ്ററി ഒന്നും ഫോളോ ചെയ്യുന്ന വ്യക്തിയല്ല. പക്ഷേ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് നിങ്ങൾക്കും കൂടി പറഞ്ഞു തരാൻ കുറച്ച് വായിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. പക്ഷേ ബെർലിൻ കാഴ്ചകൾ കാണുന്തോറും എന്തൊക്കെയാണ് ലോകത്ത് മുൻപ് നടന്നിരുന്നത് എന്നുള്ള ആ ഒരു കാര്യം വല്ലാണ്ട്
മനസ്സിലേക്ക് കയറുന്നുണ്ടായിരുന്നു. സത്യത്തിൽ ഈ മതിലിന് മുന്നിൽ നിൽക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകും. മതിലുകൾ കൊണ്ട് രാജ്യങ്ങളെ വേർതിരിക്കാൻ കഴിയും, പക്ഷേ മനുഷ്യരുടെ ആ ഒരു ഫ്രീഡം എന്നേക്കുമായി തടയാൻ ആർക്കും തന്നെ കഴിയില്ല. ഇന്നത്തെ ബെർലിൻ സന്ദർശനമൊക്കെ കഴിഞ്ഞ് വളരെ അവശതയായിട്ട് ഞങ്ങൾ ഇരിക്കുന്നുണ്ട്. പക്ഷെ വെള്ളം കുടിച്ച് ഞങ്ങൾ വീണ്ടും എനർജിയൊക്കെ സംഭരിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ കാഴ്ചകളൊക്കെ ഞങ്ങളിവിടെ കണ്ടു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വച്ച് നിർത്തുകയാണ്. തുടങ്ങിയ സ്ഥലത്ത് നിന്ന് തന്നെ നിർത്തുക. വേറൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടിൽ ദെൻ ബൈ ഫ്രം ധന്യ.